നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റദ്ദാക്കപ്പെട്ട സിന്ധു നദീജല കരാർ അത് പുനഃസ്ഥാപിക്കണമെന്നും ആ ജലക്കരാർ പുനഃസ്ഥാപിക്കാതെ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ജലം ലഭിക്കാതെ പാകിസ്ഥാൻ വലിയ കഷ്ടത്തിലാണെന്നും പാകിസ്ഥാന്റെ കൃഷി ആശ്രയിച്ചിരിക്കുന്നത് ഈ ജലത്തിലാണെന്നും ഇപ്പോൾ ഇന്ത്യയുടെ കാലുപിടിച്ച് അപേക്ഷിക്കുകയാണ് പാകിസ്ഥാൻ. അതായത് ബാങ്കോക്കിലും കൊളംബോയിലുമായി ഈ ആഴ്ച നടന്ന ചർച്ചകളിലാണ് പാകിസ്ഥാൻ പ്രതിനിധി സംഘം ഇത്തരമൊരു ആവശ്യം ഇന്ത്യക്ക് മുന്നിൽ വച്ചിരിക്കുന്നത്. പാകിസ്ഥാനും ഇന്ത്യയുമായും നിലവിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഈ പ്രതിനിധി സംഘം ചർച്ച ചെയ്തു. ഇതിൽ പാകിസ്ഥാൻ പ്രതിനിധി സംഘം ഒട്ടേറെ തവണ ആവശ്യപ്പെടുന്നത് ഈ നദീജല കരാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഇപ്പോഴും ചർച്ച നടക്കുന്നുണ്ടോ? പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഈ ചർച്ചയിൽ നിന്നെല്ലാം ഇന്ത്യ പൂർണ്ണമായും പിന്മാറിയതാണ്. പിന്നെങ്ങനെയാണ് ബാങ്കോക്കിലും അതുപോലെ തന്നെ കൊളംബോയിലും വെച്ച് രണ്ട് പ്രതിനിധി സംഘങ്ങളും ചർച്ച നടത്തുന്നത്? പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ചർച്ചകൾ നിർത്തിവെച്ചിട്ട് മാസങ്ങളായി. 2025 ഏപ്രിൽ മാസത്തിലാണ് പഹൽഗാം ഭീകരാക്രമണം നടന്നത്. ഏതാണ്ട് 20-ലേറെ പേർ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഈ ഭീകരാക്രമണത്തിന്റെ പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് ഇന്ത്യക്ക് ശക്തമായ തെളിവുകൾ ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ ആക്രമണം നടത്തുന്നു. ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയെ തിരിച്ചടിക്കാൻ പാകിസ്ഥാൻ അവരുടെ ഡ്രോണുകളും മിസൈലുകളും അയക്കുന്നു. പാകിസ്ഥാന്റെ ഒരൊറ്റ ഡ്രോണും മിസൈലുകളും ലക്ഷ്യം കണ്ടില്ല എന്നു മാത്രമല്ല, ഇന്ത്യയുടെ പ്രത്യാക്രമണം നിമിഷങ്ങൾക്കകം ഉണ്ടാകുന്നു. ആ ആക്രമണത്തിൽ പാകിസ്ഥാന് കനത്ത നാശനഷ്ടമുണ്ടാകുന്നു. തുടർന്ന് പാകിസ്ഥാൻ വെടിനിർത്തൽ വേണമെന്ന് ഇന്ത്യയോട് അപേക്ഷിക്കുന്നു. ഇന്ത്യ അത് അംഗീകരിച്ചു കൊടുക്കുന്നു. ഇതാണ് ഓപ്പറേഷൻ സിന്ദൂർ. 4 ദിവസമായി നടന്ന സൈനിക നടപടിയായിരുന്നു അത്. ആ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം, സത്യത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ചകളെല്ലാം നിർത്തിവച്ചിരിക്കുകയാണ്. പിന്നെ ഏത് ചർച്ചകളിലാണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ഒരാവശ്യം ഉന്നയിച്ചത്? രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ഔദ്യോഗികമായ ഗവൺമെന്റ് ടു ഗവൺമെന്റ് കോണ്ടാക്ട് നിന്നാലും അനൗപചാരികമായ ചില ബാക്ക്ഡോർ ചർച്ചകൾ നടക്കാം. ഇതിനെ ട്രാക്ക് 2 ഡിപ്ലോമസി എന്നാണ് വിളിക്കാറുള്ളത്. ഇത്തരത്തിലുള്ള ട്രാക്ക് 2 ചർച്ചകളാണ് ഈ ബാങ്കോക്കിലും കൊളംബോയിലുമായി ഈ ആഴ്ച നടന്നത്. ഇന്ത്യൻ സംഘത്തിലും അതുപോലെ തന്നെ പാകിസ്ഥാൻ സംഘത്തിലും ഉള്ളവർ സർക്കാരുമായി വലിയ ബന്ധമൊന്നും ഇല്ലാത്തവരായിരിക്കും. അതായത് മുൻകാല സർക്കാർ ഉദ്യോഗസ്ഥർ, ഡിപ്ലോമാറ്റിക് ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ ഈ വിഷയ വിദഗ്ധർ, അക്കാഡമീഷ്യന്മാർ, ഇവരൊക്കെ ആയിരിക്കും രണ്ട് പ്രതിനിധി സംഘങ്ങളിലും ഉണ്ടായിരിക്കുക. ഇവർ മുൻകാല സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിരിക്കും, പക്ഷേ ഇപ്പോൾ സർക്കാരുമായി ബന്ധമൊന്നുമില്ല. എങ്കിലും ഈ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് സർക്കാരിനെ ഇവർ ധരിപ്പിക്കാറുണ്ട്. സർക്കാർ ഇക്കാര്യങ്ങളൊക്കെ അറിയാറുമുണ്ട്. ഇതാണ് ട്രാക്ക് 2 ചർച്ച അല്ലെങ്കിൽ ട്രാക്ക് 2 ഡിപ്ലോമസി. ഇത്തരത്തിലുള്ള ട്രാക്ക് 2 ഡിപ്ലോമസിയാണ് കഴിഞ്ഞ ആഴ്ച ഈ കൊളംബോയിലും അതുപോലെ തന്നെ ബാങ്കോക്കിലുമൊക്കെ നടന്നത്. ആ ചർച്ചയിലാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ വെള്ളം വേണമെന്ന ആവശ്യം വീണ്ടും ഉന്നയിച്ചിരിക്കുന്നത്. ഇതൊരു കാരണവശാലും അംഗീകരിക്കുക സാധ്യമല്ല എന്ന് നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയിരുന്നതാണ്. വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്നാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയം. പഹൽഗാം ഭീകരാക്രമണം അത്ര കണ്ട് ഇന്ത്യയുടെ ആത്മാവിനെ മുറിവേൽപ്പിച്ചിരുന്നു. ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് നേരത്തെ തന്നെ ഇന്ത്യക്ക് തെളിവ് ലഭിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു. ഭീകരാക്രമണങ്ങൾക്ക് ഭാവിയിലും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇരു രാജ്യങ്ങളും അന്താരാഷ്ട്ര വേദിയിൽ വെച്ച് പോലും മുഖാമുഖം നോക്കാറില്ല. ക്രിക്കറ്റ് മത്സരത്തിൽ പോലും ഹസ്തദാനങ്ങൾ ഒഴിവാക്കിയിട്ടാണ് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും താരങ്ങൾ തമ്മിൽ ഗ്രൗണ്ടിൽ മത്സരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളികൾ പോലും വലിയൊരു യുദ്ധത്തിന്റെ പരിവേഷം ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും പ്രതിനിധി സംഘങ്ങൾ തമ്മിൽ ചർച്ച നടത്തി എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയായിരിക്കാം. പക്ഷേ അങ്ങനെയൊരു അതിശയോക്തിയുടെ ആവശ്യമില്ല. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഗവൺമെന്റ് ടു ഗവൺമെന്റ് കോണ്ടാക്ട് നിന്നാലും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കാറുണ്ട്. അത് സ്വാഭാവികമാണ്. പാകിസ്ഥാന്റെയും അതുപോലെ തന്നെ ഇന്ത്യയുടെയും അനൗദ്യോഗികമായ പ്രതിനിധി സംഘങ്ങളാണ് ഇക്കാര്യത്തിൽ ചർച്ച നടത്തുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ നടക്കുന്ന ചില ചർച്ചകൾ സമാധാനത്തിലേക്കുള്ള വാതിലുകളാകാറുണ്ട്. പ്രധാനപ്പെട്ട ചില ആശയങ്ങളും മറ്റും ഉരുത്തിരിയുക ഈ ചർച്ചകളിലായിരിക്കും. സർക്കാരിന് ഈ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വന്ന വിഷയങ്ങൾ, അതിനെക്കുറിച്ച് ഒരു പ്രത്യാശ തോന്നിയാൽ തീർച്ചയായും ഔദ്യോഗികമായ ചർച്ചകൾ പുനരാരംഭിക്കാൻ. പക്ഷേ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഈ അടുത്ത കാലത്തൊന്നും ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോഴും പാകിസ്ഥാൻ അവസരം കിട്ടിയാൽ ഇന്ത്യയെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ്. പാകിസ്ഥാന്റെ ഭീകര സംഘടനകൾ ഇപ്പോൾ ബംഗ്ലാദേശ് ആസ്ഥാനമാക്കി പ്രവർത്തിച്ചു വരുന്നു.
ബംഗ്ലാദേശ് അതിർത്തിയിലൂടെ ഇന്ത്യയിലേക്ക് ആക്രമണം നടത്താനാണ് ഇവരുടെ പദ്ധതി. മാത്രമല്ല പാകിസ്ഥാനും ബംഗ്ലാദേശും ഒരുമിച്ച് ചേർന്ന് ഇന്ത്യക്കെതിരെ ഒരു വലിയ ഗൂഢാലോചനയും സൈനിക സഹകരണവും നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സേനാ മേധാവികളുമെല്ലാം പാകിസ്ഥാൻ ഇനി സാഹസം കാട്ടിയാൽ ഭൂമുഖത്ത് തന്നെ നീക്കം ചെയ്ത് കളയും എന്ന മുന്നറിയിപ്പ് കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള പലതവണ മുന്നറിയിപ്പ് കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, വെടിനിർത്തൽ മാത്രമേ ആയിട്ടുള്ളൂ. ഈ സാഹസം തുടർന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കും. അത് ഈ ഓപ്പറേഷൻ സിന്ദൂർ ഒന്നുപോലെ ആയിരിക്കില്ല. കൃത്യമായി പാകിസ്ഥാനെ തന്നെ ഇല്ലാതാക്കുന്ന നീക്കങ്ങൾ നടത്തിയേക്കും. പാക് അധീന കശ്മീരിനെ സ്വന്തം പാളയത്തിലേക്ക് തിരികെ പിടിക്കാനുള്ള നീക്കങ്ങളും ഇന്ത്യ നടത്തിയിരിക്കും. എന്നാൽ ഇന്ത്യയുടെ ഈ ആക്രമണ ശ്രമങ്ങളെ അമേരിക്കൻ സൈന്യത്തെ ഒപ്പം നിർത്തി ചെറുത്ത് തോൽപ്പിക്കാനാണ് പാകിസ്ഥാൻ പട്ടാള ഭരണകൂടം ശ്രമിക്കുന്നത്. അമേരിക്കയുമായി അടുക്കുകയും അമേരിക്കയ്ക്ക് ദാസ്യവേല ചെയ്തു കൊടുത്തുകൊണ്ട് പാകിസ്ഥാൻ പട്ടാളക്കാർക്കൊപ്പം അമേരിക്കൻ പട്ടാളക്കാരെയും ഇന്ത്യക്കെതിരെ രംഗത്തിറക്കാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തുന്നത്. പക്ഷേ അമേരിക്ക അത് ചെവിക്കൊള്ളുമെന്ന് തോന്നുന്നില്ല. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും വിഷയങ്ങൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയമാണെന്നും രണ്ട് രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നുമാണ് പല രാജ്യങ്ങളും പറഞ്ഞിരുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്ത് അമേരിക്ക ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ മധ്യസ്ഥത വഹിച്ചു എന്ന അവകാശവാദം ഉന്നയിച്ചിരുന്നു. ട്രംപിന്റെ വിടുവായത്തരം എന്ന രീതിയിലാണ് ഇന്ത്യ അതിനെ വിലയിരുത്തിയത്. ഒരു കാരണവശാലും മറ്റു രാജ്യങ്ങളുടെ സമ്മർദ്ദം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം ലഘൂകരിക്കുന്നതിന് ഉണ്ടായിട്ടില്ലെന്നും ഇന്ത്യ സ്വന്തം താൽപ്പര്യപ്രകാരമാണ് തീരുമാനമെടുത്തതെന്നുമാണ് കേന്ദ്ര സർക്കാർ വാദം. ഇതിനിടയിലാണ് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ അനൗദ്യോഗികമായ സംഘങ്ങൾ തമ്മിൽ ചർച്ചകൾ നടത്തിയിരിക്കുന്നതും പാകിസ്ഥാൻ നദീജല കരാർ പുനഃസ്ഥാപിക്കണമെന്ന ശക്തമായ ആവശ്യം ഉന്നയിച്ചതും.